അങ്ങനെ ഒരുപാട് കാത്തിരിപ്പുകൾക്കൊടുവിൽ നമ്മുടെ എമ്പുരാൻ സിനിമ റിലീസായിരിക്കുകയാണ്. ഈ സിനിമ ഐമാക്സ് ഫോർമാറ്റിൽ വരുന്നുണ്ടെന്ന് പൃഥ്വിരാജ് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, എന്നാൽ പിന്നെ എന്തായാലും ഒന്ന് ഐമാക്സ് എക്സ്പീരിയൻസ് ചെയ്യാന്ന്. അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് ബ്രോഡ്വേ സിനിമാസിലാണ്, നമ്മുടെ കോയമ്പത്തൂര്. അത്യാവശ്യം വലിയൊരു തിയേറ്റർ കോംപ്ലക്സ് തന്നെയാണിത്. ഇവിടെ ടോട്ടൽ 9 സ്ക്രീനുകളാണുള്ളത്. ഐമാക്സ് വിത്ത് ലേസർ പ്രൊജക്ഷൻ ആണ്. പിന്നെ ഇവിടെ ഒരു എപ്പിക് സ്ക്രീനും കൂടെ ഉണ്ട്. ഐമാക്സ് സ്ക്രീനിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വലിയൊരു ലാർജ് സ്ക്രീൻ ആയിരിക്കും. പിന്നെ പിക്ചർ ക്വാളിറ്റി അത് നല്ല ക്രിസ്റ്റൽ ക്ലിയർ തന്നെ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം. തിയേറ്ററുകൾ ഉള്ളത് ഫസ്റ്റ് ഫ്ലോറിലാണ്. ഇവിടെ ലിഫ്റ്റ് ഒക്കെ ഉണ്ട്. പിന്നെ ഉള്ളിലേക്ക് കുറച്ച് ഷോപ്പുകളൊക്കെ ഉണ്ട്. പ്രീമിയം ലേസർ പ്രൊജക്ഷനും 12 ചാനൽ സൗണ്ട് സിസ്റ്റം സൗത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഈ ഒരു ബ്രോഡ്വേ സിനിമാസ് ആണ്. ഇവിടെ ഡ്യുവൽ 4K പ്രൊജക്ടർ ആണ് ഇവർ യൂസ് ചെയ്യണത്. ഇവിടുത്തെ 9 സ്ക്രീനുകളിലായിട്ട് ഏകദേശം 2000-ഓളം സീറ്റിംഗ് കപ്പാസിറ്റി ആണുള്ളത്. ടിക്കറ്റ് റേറ്റ് നോക്കുകയാണെങ്കിൽ ബുക്കിംഗ് ചാർജ് അടക്കം ഏകദേശം 450 രൂപയാണ് നമുക്ക് ടിക്കറ്റിനായിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കേരളത്തിലാണെങ്കിൽ ആകെ 2 ഐമാക്സ് സ്ക്രീനുകളാണ് ഉള്ളത്. അപ്പൊ അവിടെ ഞാൻ നോക്കിയ സമയത്ത് 900 രൂപയായിരുന്നു ടിക്കറ്റ് റേറ്റ് ഉണ്ടായിരുന്നത്. പക്ഷെ ടിക്കറ്റ് ആണെങ്കിൽ കിട്ടാനും ഉണ്ടായിരുന്നില്ല. ആ ഒരു പൈസ ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് 2 പേർക്ക് സിനിമ കാണാൻ പറ്റും. തൃശ്ശൂരും പാലക്കാടും മലപ്പുറം ഒക്കെ ഉള്ള ആളുകൾക്ക് ഐമാക്സിൽ പടം കാണണമെങ്കിൽ ബ്രോഡ്വേ സിനിമാസ് അത്യാവശ്യം നല്ലൊരു ചോയ്സ് തന്നെയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. നമ്മുടെ പക്ഷേ ടിക്കറ്റ് ആണ് ഉള്ളത്. സോ അത് നേരിട്ട് ഫോണിൽ തന്നെ കാണിച്ചാൽ മതി. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഐമാക്സ് വിത്ത് ലേസർ, പിന്നെ എപ്പിക്, ഡോൾബി അറ്റ്മോസ്. ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കി നോക്കാം. ഉള്ളിൽ അത്യാവശ്യം വലിയൊരു ഹോൾ തന്നെയാണ്. സീലിംഗ് ലൈറ്റുകളൊക്കെ കണ്ണഞ്ചിപ്പിക്കുന്ന ടൈപ്പ് ലൈറ്റുകളാണ് വന്നിട്ടുള്ളത്. വലിയ വലിയ ക്രിസ്റ്റൽ ചാൻലിയർ ലൈറ്റുകളൊക്കെയാണ് ഉള്ളത്. ഐമാക്സ് അറ്റ് ബ്രോഡ്വേ സിനിമാസ്. ഇവിടെ നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിൽ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ്. പിന്നെ ഫുഡ് കോർട്ടുകളുണ്ട്. നമ്മൾ കാണാൻ വന്നിരിക്കുന്നത് എമ്പുരാൻ മൂവിയാണ്. കോയമ്പത്തൂരാണെന്ന് വെച്ചിട്ട് പടം തമിഴിലൊന്നല്ല, മലയാളത്തിൽ തന്നെയാണുള്ളത്. ഇത് ഗോൾഡ് ലോഞ്ച്. ഇതിലും എമ്പുരാൻ ഉണ്ട്. ഇതിന്റെ ടിക്കറ്റ് റേറ്റും ഏകദേശം 500 രൂപയുടെയൊക്കെ അടുത്ത് തന്നെയാണുള്ളത്. ടോട്ടൽ ഇവിടെ 9 സ്ക്രീനുകളാണുള്ളത്. അപ്പൊ തന്നെ ഊഹിക്കാലോ അത്യാവശ്യം വലിയൊരു തിയേറ്റർ കോംപ്ലക്സ് തന്നെയാണ് ഈ ഒരു ബ്രോഡ്വേ സിനിമാസ്. എമ്പുരാൻ ഇപ്പൊ ഇന്ന് റിലീസായിട്ടുള്ളൂ. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ട് ഇവിടെ. ഐമാക്സ് വിത്ത് ലേസർ. ഇതിന്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. ഇതാണ് ഉള്ളിലത്തെ ഒരു സെറ്റപ്പ്. ഫ്രണ്ട് റോ സീറ്റൊക്കെ കണ്ടോ, കിടന്നിട്ട് കാണാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ സാധാരണ തിയേറ്ററിലൊക്കെ ഫ്രണ്ട് റോ സീറ്റുകളിൽ ഇരുന്ന് സിനിമ കാണുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഈ ഐമാക്സ് തിയേറ്ററുകളിലൊക്കെ ഏത് സീറ്റിലിരുന്നാലും ഒരേ ദൃശ്യാനുഭവം എന്നൊക്കെയാണ് പറയണത്. സീറ്റുകളൊക്കെ അത്യാവശ്യം നല്ല പ്രീമിയം കുഷ്യൻ ടൈപ്പാണ്. പിന്നെ നല്ല ലെഗ് സ്പേസും ഉണ്ട്. സീറ്റുകൾ തമ്മിലും നല്ല ഗ്യാപ്പ് ഉണ്ട്. സോ നല്ല സുഖമായിരുന്നു കാണാൻ പറ്റും. ഇതിൽ ടോട്ടല് 375 സീറ്റുകളാണുള്ളത്. സ്ക്രീനിന്റെ സൈസ് താഴെ നിൽക്കുന്ന ആൾക്കാരായിട്ട് കമ്പയർ ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും. ഇത്രയും വലിയൊരു സ്ക്രീനാണ്.
എമ്പുരാൻ ഐമാക്സിൽ കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐമാക്സ് ഫോർമാറ്റിൽ എടുത്ത സിനിമകൾ കാണുമ്പോഴാണ് അതിന്റെ ഒരു മാക്സിമം എക്സ്പീരിയൻസ് കിട്ടുള്ളൂ. എമ്പുരാൻ പക്ഷേ അനമോർഫിക് ലെൻസ് ഉപയോഗിച്ചിട്ട് ഷൂട്ട് ചെയ്ത് പിന്നീട് അത് ഐമാക്സിലേക്ക് കൺവേർട്ട് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ സ്ക്രീനിന്റെ മുകളിലും താഴെയും ഇവിടെയും ഒരു ബ്ലാക്ക് ബാസ് വരും. ബാക്കി സൗണ്ടിന്റെ കാര്യത്തിലും പിക്ചറിന്റെ കാര്യത്തിലൊക്കെ ടോപ്പ് ക്വാളിറ്റി തന്നെയാണ്. അപ്പോൾ ഐമാക്സിൽ മൂവി എക്സ്പീരിയൻസ് ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ.